ഗ്രാമപഞ്ചായത്തിലേക്ക് 29-ാം തീയതി വ്യാഴാഴ്ച കാലത്ത് ഇടതുപക്ഷ കക്ഷികളുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചിന് നിരവധി കാരണങ്ങളുണ്ട്. ഈ വർഷത്തെ 2024-25 സാമ്പത്തിക വർഷം, തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ അന്തിമ പദ്ധതി രേഖ പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്യാതെ പഞ്ചായത്തിൻ്റെ മിനിറ്റ്സിൽ അനധികൃതമായി അംഗീകരിച്ചു എന്ന് എഴുതി ചേർത്ത് അതുമായി ബന്ധപ്പെട്ട കോപ്പികളാണ് ജില്ലാ ആസൂത്രണ സമിതിക്ക് പഞ്ചായത്ത് ബോർഡ് നൽകിയിട്ടുള്ളത്. പഞ്ചായത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആധാരമായ അന്തിമ പദ്ധതി രേഖ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് നൽകാൻ ഈ വർഷത്തെ ബോർഡിന്, ഇപ്പോൾ നിലവിലുള്ള ബോർഡിന് കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 20/1/2024 നടന്ന ഭരണസമിതി യോഗത്തിൻ്റെ മിനിറ്റ്സ് കോപ്പി ചോദിച്ചു നോക്കുമ്പോൾ കുറേ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. എല്ലാ മെമ്പർമാർക്കും, ഇടതുപക്ഷത്തുള്ള എല്ലാ മെമ്പർമാർക്കും 6.25 ലക്ഷം രൂപ മെയിൻ്റനൻസ് ഫണ്ടും 4 ലക്ഷം രൂപ ജനറൽ ഫണ്ടും തരാമെന്ന് ഒരു ധാരണ എത്തിയിരുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി രേഖ കിട്ടി പരിശോധിച്ചപ്പോൾ 10/1/2024 അന്തിമ പദ്ധതി രേഖ തയ്യാറാക്കി അംഗീകരിച്ചു എന്ന് പറയുന്ന പദ്ധതി രേഖ ബന്ധപ്പെട്ട മെമ്പർമാർക്ക് കൊടുക്കുന്നത് 7/2/2024 അതും ബന്ധപ്പെട്ട മെമ്പർമാർ മുറവിളി കൂട്ടിയതാ യോഗത്തിൽ. അപ്പോഴാണ് ഇത് കിട്ടുന്നത്. കിട്ടാനുള്ള അർഹതപ്പെട്ട കാര്യങ്ങൾ നമ്മളെ പഞ്ചായത്ത് രാജ് ആക്ടിൽ പോലും പറയുന്നത്. മറ്റ് മെമ്പർമാരെ അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നെന്താ വെച്ചാൽ അത് ഉപയോഗിക്കാതെ മറ്റ് കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് സെക്രട്ടറിയോട് മിനിറ്റ്സിൻ്റെ കോപ്പി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്.